നമസ്കാരം, ഏവർക്കും നവരസ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളും ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളൊക്കെ അനുസരിച്ച് 8 ചിരഞ്ജീവികളാണുള്ളത്. ഈ 8 പേരും ഇമ്മോർട്ടൽസ് ആണ്. അതായത് ഈ 8 പേർക്കും മരണമുണ്ടാവില്ല. ഭൂമി ഉള്ളിടത്തോളം കാലം ഈ 8 പേരും ഉണ്ടാകും. അപ്പോൾ ആരൊക്കെയാണ് ഈ 8 പേര്? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും ഇത്തരം ഇൻഫർമേറ്റീവായ വീഡിയോകൾ ചെയ്യുന്നതിന് അത് വളരെ വളരെ അത്യാവശ്യമാണ്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് വിഭീഷണാണ്. വിഭീഷൺ നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീരാവണന്റെ സഹോദരനായിരുന്നു. രാവണനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രനെ സഹായിച്ചത് വിഭീഷണനായിരുന്നു. അതിനുശേഷം രാവണനെ വധിച്ചതിന് ശേഷം വിഭീഷണനാണ് ലങ്കയെ നയിച്ചത്. വിഭീഷണൻ എന്ന് പറയുന്നത് എപ്പോഴും നന്മയോടൊപ്പവും നീതിയോടൊപ്പവും ധർമ്മത്തിൻ്റെ ഒപ്പവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ വിഭീഷൺ ചിരഞ്ജീവി ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് വരം ലഭിച്ചതാണ്. ലോകത്തിൽ നന്മയും നീതിയും ധർമ്മവും പുലർത്താനായിട്ട്, അത് പടർത്താനായിട്ട് അദ്ദേഹം നിലനിൽക്കും അല്ലെങ്കിൽ നിലകൊള്ളുമെന്നാണ് വിശ്വാസം. രണ്ടാമത്തേത് ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമി നമുക്കെല്ലാം അറിയാം, അദ്ദേഹം ചിരഞ്ജീവിയാണെന്നുള്ള കാര്യം പലരും കേട്ടിട്ടുള്ളതാണ്. ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രന്റെ വളരെ കടുത്ത ഭക്തനായിരുന്നു. നമ്മൾ ശ്രീരാമനെ പൂജിക്കുന്ന എവിടെയും ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും മറ്റുമൊക്കെ കടന്നു പോകുന്നതിന് അല്ലെങ്കിൽ അത് തരണം ചെയ്യാനും അത് മറികടക്കാനും ഹനുമാൻ സ്വാമിയെ പൂജിക്കണമെന്നാണ് വിശ്വാസം. അപ്പോൾ ശ്രീരാമചന്ദ്രനെ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനെ നമ്മൾ പൂജിക്കുന്നിടത്തോളം കാലം, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നിടത്തോളം കാലം ഭൂമിയിൽ ഹനുമാൻ സ്വാമി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഹനുമാൻ സ്വാമിയും ഹൈന്ദവ ആചാരപ്രകാരം, ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് ഒരു ചിരഞ്ജീവിയാണ്. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് മഹാബലിയാണ്. നമ്മളെല്ലാം മഹാബലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട കഥകളെല്ലാം നമുക്കറിയാം. വാമന അവതാരം എടുത്തതും അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ കഥകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാനായിട്ട് അദ്ദേഹം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാബലി തമ്പുരാനും ഒരു ചിരഞ്ജീവിയായിട്ടാണ് അറിയപ്പെടുന്നത്. അടുത്ത ആളെന്ന് പറയുന്നത് പരശുരാമനാണ്. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമാണ് പരശുരാമൻ എന്ന് പറയുന്നത്. എല്ലാ അസ്ത്രവിദ്യകളിലും നിപുണനായിട്ടുള്ള വ്യക്തിയാണ് പരശുരാമൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹവും ഒരു ചിരഞ്ജീവിയാണ്. ഭാവിയിൽ ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് അദ്ദേഹം വീണ്ടും അവതരിക്കുമെന്നാണ് വിശ്വാസം. അടുത്തത് വ്യാസമഹർഷി. നമ്മളെല്ലാം വ്യാസ മഹർഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിഹാസ കാവ്യമായ മഹാഭാരതം രചിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരം ലഭിച്ചതാണ് ചിരഞ്ജീവിയായി നിലനിൽക്കുമെന്ന്. അപ്പോൾ വ്യാസ മഹർഷി നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ അനുസരിച്ച് അദ്ദേഹവും ഒരു ചിരഞ്ജീവിയാണ്. അടുത്തത് അശ്വത്ഥാമാവ്. നമ്മളെല്ലാം അശ്വത്ഥാമാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ദ്രോണാചാര്യരുടെ പുത്രനായിരുന്നു അശ്വത്ഥാമാവ്. ദ്രോണാചാര്യർ സാക്ഷാൽ മഹാദേവനെ, പരമശിവനെ തപസ് ചെയ്ത് വരമായി ലഭിച്ചൊരു പുത്രനാണ് അശ്വത്ഥാമാവ് എന്ന് പറയുന്നത്. അശ്വത്ഥാമാവ് തൻ്റെ പിതാവിനെ ചതിച്ചു കൊന്നു എന്ന് സ്വയം ധരിച്ചുകൊണ്ട് പാണ്ഡവരുടെ സൈന്യത്തെയും അവരുടെ മക്കളെയും എല്ലാം ഉറങ്ങിക്കൊണ്ടിരുന്ന അവരെ പൈശാചികമായ രീതിയിൽ കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിക്കുകയായിരുന്നു, നീ 3000 വർഷം ചിരഞ്ജീവിയായിട്ട് നിലനിൽക്കുമെന്ന്. നമ്മൾ നേരത്തെ കേട്ടു മറ്റുള്ള എല്ലാവർക്കും വരമാണ് ലഭിച്ചത്, എന്നാൽ ഇവിടെ അശ്വത്ഥാമാവിന് ശാപമാണ് ലഭിച്ചത്. അതിന് കാരണം എന്ന് പറയുന്നത് അശ്വത്ഥാമാവിന്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളും വ്രണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈ മുറിവുകളുടെയും വ്രണങ്ങളുടെയും വേദന സഹിച്ചുകൊണ്ട് 3000 വർഷം നീ ഭൂമിയിൽ ജീവിക്കുമെന്ന് അദ്ദേഹത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അശ്വത്ഥാമാവും ഒരു ചിരഞ്ജീവിയായിട്ട് നിലനിൽക്കുകയാണ്. മറ്റുള്ളവർക്കെല്ലാം വരമായിട്ടാണ് ലഭിച്ചതെങ്കിൽ ഇവിടെ ശാപമായിട്ട് ദുരിതം അനുഭവിക്കാനായിട്ടാണ് അശ്വത്ഥാമാവ് 3000 വർഷം ഭൂമിയിൽ ചിരഞ്ജീവിയായിട്ട് നിലകൊള്ളുന്നത്. അടുത്തതായി കൃപാചാര്യരെ കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഭഗവാൻ മഹാവിഷ്ണു ആണ് അദ്ദേഹത്തിന് വരം കൊടുത്തത്, നീ ചിരഞ്ജീവിയായിട്ട് നിലനിൽക്കുമെന്ന്. നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹം കൗരവരുടെ പക്ഷത്തായിരുന്നു നിന്നത്. കൗരവരുടെ പക്ഷത്ത് നിന്ന് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. മഹാഭാരതം നോക്കുകയാണെങ്കിൽ എല്ലാം അവരുടെ സാഹചര്യത്തിനനുസരിച്ചാണ് ഒരു പക്ഷത്ത് നിന്നത്, അല്ലെങ്കിൽ അവരുടെ സ്വയം താല്പര്യപ്രകാരമല്ല യുദ്ധത്തിന് പോയിട്ടുള്ളത്. നമ്മൾ മഹാഭാരതം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ധർമ്മത്തിൻ്റെ പക്ഷത്തും നീതിയുടെ പക്ഷത്തുമായിരുന്നു കൃപാചാര്യൻ നിന്നിരുന്നെങ്കിൽ കൂടി അദ്ദേഹം പാണ്ഡവർക്കെതിരെയാണ് യുദ്ധം ചെയ്തത്. മാത്രമല്ല അർജുനന്റെ മകനായ അഭിമന്യുവിന്റെ മകൻ, അതായത് അർജുനന്റെ കൊച്ചുമകനായ പരീക്ഷിതിനെ വിദ്യ അഭ്യസിപ്പിക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നതും കൃപാചാര്യയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃപാചാര്യരും ഒരു ചിരഞ്ജീവിയായിട്ടാണ് നിലകൊള്ളുന്നത്. അടുത്തത് മാർക്കണ്ഡേയ മുനിയാണ്. അദ്ദേഹത്തിന് പരമശിവൻ സാക്ഷാൽ മഹാദേവനാണ് വരം കൊടുത്തത് ചിരഞ്ജീവിയായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ 8 പേരുമാണ് ഇന്നും ഭൂമിയിൽ ജീവനോടെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ചിരഞ്ജീവികളായിട്ട് നിലകൊള്ളുന്ന വ്യക്തികളെന്ന് നമുക്ക് മനസ്സിലാക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ചെയ്യുന്നതിന് അത് വളരെ വളരെ അത്യാവശ്യമാണ്. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നും ഇത്തരം ഇൻഫോർമേറ്റീവായ അല്ലെങ്കിൽ നല്ല കണ്ടന്റുകൾ ഇടാനായിട്ട് സാധിക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമല്ലോ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. താങ്ക് യു.